അവർ ആദ്യമായിട്ടാണ് ചെയ്യുന്നതെങ്കിലും മലയാളത്തിലാണ് അവർ ഈ കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കുന്നത്. അതുകൊണ്ട് അവർ മലയാളം നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ദയവായിട്ട് എല്ലാവരും സഹകരിക്കണമെന്ന് ഓർപ്പിക്കുക. നമുക്കറിയാം, ക്രൈസ്തവ കൈരളിക്ക് മലയാളത്തിലെ അനേക കവിതകളും പാട്ടുകളും നമുക്കായി തന്നിരിക്കുന്ന അനേക ദേവദാസന്മാർ നമ്മുടെ പാഠപുസ്തകത്തിലുണ്ട്. അനേകരുടെ പാട്ടുകൾ നമ്മൾ പാടി ആശ്വസിക്കുന്നതാണ്. അതിൽ തന്നെ വളരെ നമുക്ക് പരിചയമുള്ള ദേവദാസനാണ് എം വി ചെറിയാൻ സാർ, കൊച്ചു സാർ എന്നറിയപ്പെടുന്ന എം വി ചെറിയാൻ സാർ. അദ്ദേഹത്തിൻ്റെ നമ്മുടെ പാഠപുസ്തകത്തിലെ ഒരു പാട്ടിനെ കുറിച്ചുള്ള ഒരു എക്സ്പ്ലനേഷൻസ് ആണ് കുഞ്ഞുങ്ങളോട് നിങ്ങൾക്ക് നൽകുവാനായിട്ട് തയ്യാറായിരിക്കുന്നത്. ദയവായിട്ട് പ്രാർത്ഥനയോടുകൂടി ശ്രമിച്ചാൽ. നമുക്ക് ഇന്ന് ആത്മീയ ഗീതത്തിലെ 468 പാട്ട് പാടിയാലോ? ഭക്തരിൽ വിശ്വാസ ജീവിതം പോലും തീർച്ചയായിട്ടും അത് സഹോദര ജീവിതത്തിൽ തോന്നിക്കുന്നത് ദേവാത്മാവാണ്. ഇന്നലെ വൈകിട്ട് ഈ പാട്ട് പാടിയിട്ട് എനിക്ക് നിർത്താനേ തോന്നിയില്ല. പിന്നെയും പാടിക്കൊണ്ടിരുന്നു. സഹോദരങ്ങളെല്ലാം എത്തിയല്ലോ. വെറുതെ ചർച്ച അല്ല, ഇന്നലെ നമ്മുടെ വീട്ടില് കുടുംബക്കാരൊക്കെ പാടിയ അതേ പാട്ട് സഹോദരി പാടാനെടുത്തു. ആ കാര്യം പറയായിരുന്നു. ഏത് പാട്ടാ? സോങ് നമ്പർ 468. ഒക്കെ തുടങ്ങിക്കോ. വിശ്വാസ ജീവിതം പോലിത്ര ഭദ്രമാം ജീവിതം വേറെയുണ്ടോ? വിശ്വാസ ജീവിതം പോലിത്ര ഭദ്രമാം ജീവിതം വേറെയുണ്ടോ? സ്വർഗപിതാവിന്റെ ദിവ്യ ഭണ്ഡാരത്തിൽ, സ്വർഗപിതാവിന്റെ ദിവ്യ ഭണ്ഡാരത്തിൽ സ്വന്തമായി കണ്ടു തൻ ജീവിതം ചെയ്യുന്ന, സ്വന്തമായി കണ്ടു തൻ ജീവിതം ചെയ്യുന്ന ഭക്തരിൻ വിശ്വാസ ജീവിതം പോലിത്ര ഭദ്രമാം ജീവിതം വേറെയുണ്ടോ? ഒരു വിശ്വാസിക്ക് മാത്രമേ ഇങ്ങനെ പാടാൻ സാധിക്കൂ. അതേ സഹോദരി, എന്നാൽ നമുക്ക് അർത്ഥവരികൾ കൂടി പാടിയാലോ? അന്യദേശത്തു പരദേശിയായി മണ്ണിൽ കൂടാരവാസികളായി, അന്യദേശത്തു പരദേശിയായി മണ്ണിൽ കൂടാരവാസികളായി, ഉന്നതനാം ദൈവം ശില്പിയായി നിർമ്മിച്ച, ഉന്നതനാം ദൈവം ശില്പിയായി നിർമ്മിച്ച വന്നകരത്തിനായി കാത്തു വസിക്കുന്ന, വന്നകരത്തിനായി കാത്തു വസിക്കുന്ന. ഇത് നമ്മുടെ അബ്രഹാം പിതാവിന്റെ വിശ്വാസത്തെ കുറിച്ചല്ലേ പറഞ്ഞത്? അതെ, ഉഴുന്നിന്റെ ദേശത്തെ ചാത്തക്കരയും പിതാവിന്റെ ഭവനത്തെ വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിക്കുന്ന ദേശത്തേക്ക് പോകാം എന്ന് പറഞ്ഞ പോരെ അതിയാൽ എല്ലാം വിട്ട് ഇറങ്ങി തിരിച്ചു. മാത്രമോ അത്രയും പ്രസന്നനായ തനിക്ക് കൂടാരം പാർക്കാനുണ്ടായ മനസ്സേ, ഓ ഞാനായിരുന്നെങ്കിൽ അച്ഛനോട് വല്ല ഈ വീടെടുക്കാമെങ്കിൽ വരാമെന്ന് പറഞ്ഞേനെ. അഗ്നിമേഘസ്തംഭം തന്നിൽ ദൈവം മാറാതെ കാവൽ നിൽക്കും മരുവിൽ,
സഹോദരങ്ങളെ, അഗ്നിമയ സ്തംഭത്തിൽ അയച്ച ഇസ്രായേൽ മക്കളെ കാവൽ ചെയ്ത ആ മഹാനായ ദൈവം ഇന്നും അന്നുള്ള മഞ്ഞ അങ്ങ് നമ്മളെ അക്കരെ വാഗ്ദത്ത നാട്ടിൽ എത്തിക്കുമെന്ന് ഉറപ്പാണ്, വിശ്വാസമാണ് നമ്മൾ ഈ വഴികളിൽ കാണാൻ സാധിക്കുന്നത്. അതെ അതെ, എന്താ ഒരു സീൻ! ചെങ്കട മതില് പോലെ പിരിഞ്ഞിരിക്കുന്നു. ലോകത്തിലാദ്യമായിട്ട് ലൈവായിട്ട് അക്വേറിയം കണ്ട് ഇസ്രായേൽ മക്കളായിരുന്നു അല്ലേ? പാവം ഫറവോനും സൈന്യങ്ങളും നല്ല ഹൈവേ പോലെ കണ്ട എടുത്തൊക്കെ ചാടി ദേ കിടക്കുന്നു. ഇരുമ്പ് ജനങ്ങളും കുതിരകളും സൈന്യങ്ങളും എല്ലാം വെള്ളത്തിൽ. ആ കൊട്ടാരം കെട്ടിപ്പിടിച്ചു കെട്ടിനെ എന്നെ കൊണ്ട് ആ മരുഭൂമി കഷ്ടപ്പെട ഒന്നും വയ്യ. തെറ്റിപ്പോയി സഹോദരി, തെറ്റിപ്പോയി. ക്രിസ്തുവിന്റെ നിന്റെ സമ്പത്ത് നൽകുന്ന ഒരു ദൈവഭക്തന് മാത്രമേ ഈ ലോകത്തിലെ നിക്ഷേപങ്ങൾ ചപ്പെന്നും ചവറെന്നും എണ്ണുവാൻ സാധിക്കൂ. വിശ്വാസ ജീവിതം എത്രയോ പ്രയാസമുള്ളതെന്ന് ഈ വരികൾ കൂടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. തീർന്നില്ല, ബാക്കി കൂടെ പാടാം. വിശ്വാസം കാത്തു എന്ന സാക്ഷ്യവും പറയാൻ സാധിച്ചു. മുറ്റും
യാമങ്ങൾ മുങ്ങിയാലും നമ്മുടെ കൂടെ ഉറ്റ സുഹൃത്തായി 4-ാം യാമം പ്രവർത്തിക്കുന്ന നമ്മുടെ രക്ഷകനായ കർത്താവിനെ പ്രിയ കൊച്ചു സാർ എത്ര ഭംഗിയായിട്ടാണ് കാഴ്ചാക്കിയിരിക്കുന്നത്. കഷ്ടതയാകും നാടും കടവിൽ ദുഷ്ടലോകം പ്രബലം ചെയ്യുവിൽ. കഷ്ടതയാകും കടലും കടവിൽ ദുഷ്ടലോകം പ്രബലം ചെയ്യുവിൽ. ഒട്ടും ഭയമെന്നെ അർദ്ധരാത്രിയിൽ ഒട്ടും ഭയമെന്നെ അർദ്ധരാത്രിയിൽ സന്തുഷ്ടരായ ദൈവത്തെ പാടി സ്തുതിക്കും. സന്തുഷ്ടരായ ദൈവത്തെ പാടി സ്തുതിക്കും. ഓ, അതൊരു ദിവസത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ് കുടുംബപ്രാർത്ഥനയുടെ സമയം അത്രയും നീണ്ടുപോയി കാണും. അല്ല സഹോദരങ്ങളെ, കുടുംബ പ്രാർത്ഥന ഒന്നുമല്ല. കാരാഗ്രഹത്തിൽ നിന്നും പൗലോസും കൂട്ടുകാരും സന്തോഷത്തോടെ പാടി സ്തുതിച്ച കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒട്ടും ഭയമില്ലാതെ സന്തോഷത്തോടെ ദൈവത്തെ പാടി സ്തുതിക്കുന്ന ദൈവഭക്തന്മാരുടെ മാതൃക എത്ര അനുകരണീയമാണ് സഹോദരങ്ങളെ. ബുദ്ധിമുട്ടൊക്കെയും പൂർണ്ണമായി ക്രിസ്തുവിൽ തന്റെ രണത്തിനൊത്ത്. ബുദ്ധിമുട്ടൊക്കെയും പൂർണ്ണമായി ക്രിസ്തുവിൽ തന്റെ രണത്തിനൊത്ത്. തീർത്തുകളയുന്നൊരു നമ്മുടെ ദേവനും തീർത്തുകളയുന്നൊരു നമ്മുടെ ദേവനും സ്തോത്രം പാടിടുവിൻ. ഹല്ലേലൂയ ആമേൻ. സ്തോത്രം പാടിടുവിൻ. ഹല്ലേലൂയ ആമേൻ. വിശ്വാസഗീതം പോലെത്ര ഭദ്രമാം ജീവിതം വേറെയുണ്ടോ? ഭക്തരിൻ വിശ്വാസഗീതം പോലെത്ര ഭദ്രമാം ജീവിതം വേറെയുണ്ടോ? സ്വർഗീയ പണ്ടാലിൽ നിന്നും നമ്മുടെ ബുദ്ധിമുട്ടൊക്കെയും തീർത്തു തരുന്ന പ്രിയ ക്രിസ്തുദേവന് ഹല്ലേലൂയ സ്തോത്രം പാടി നമുക്ക് നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കാം. അതിനായി ദൈവം നമ്മെ ഓരോരുത്തരെയും വാഴ്ത്തുമാറാകട്ടെ. ആമേൻ.